നെപ്പോക്കിസം എന്നാണ് അവര് ആ വാക്കുകൾ നേപ്പാളിലെ കുട്ടികൾ ഉപയോഗിച്ച വാക്ക്. മക്കൾക്ക് വേണ്ടിയും അതുപോലെ മക്കളെ പോലെ കാണുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണം, അതാണ് നെപ്പോക്കിഡ്സ് എന്നവർ പറഞ്ഞത്. അവർക്ക് വേണ്ടിയിട്ടും ഒരുപാട് അനധികൃതമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ്. ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നില്ലേ? കേരളത്തിൽ എത്രമാത്രം ആരോപണങ്ങൾ ഉയർന്നതാണ്. സ്വന്തം മകളുടെ പേരിൽ കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങി മകളുടെ പേപ്പർ കമ്പനിയിലേക്ക് മാറ്റുകയും അതുവഴി പണം സമ്പാദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ, അതായത് സ്വാശ്രയ കോളേജുകൾ, ആ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അതിനെതിരെ പ്രക്ഷോഭം നടക്കുകയും സ്വന്തം പാർട്ടിയിലെ ചെറുപ്പക്കാരെ കൊണ്ട് അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സ്വന്തം മകളെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു സ്വാശ്രയ കോളേജിൽ കൊണ്ട് പഠിപ്പിക്കാൻ പോയതും പഠിപ്പിച്ച് പുറത്തിറക്കിയതും നമ്മൾ കണ്ടതാണ്. മകനെ അമേരിക്കയിലെ വലിയ സർവകലാശാലയിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കേരളത്തിൽ ഈ നെപ്പോട്ടിസം എന്നത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ കീഴിൽ. അപ്പൊ ഇത് നേപ്പാളിലെ ഈ കുട്ടികൾ രംഗത്തിറങ്ങിയതുപോലെ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ രംഗത്ത് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്